സ്ത്രീധനം ആവശ്യപ്പെട്ട് യുവതിയെ ക്രൂരമായി മർദ്ദിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവിന് നേരെ വെടിയേറ്റു. ഗ്രേറ്റർ നോയിഡയിലെ ഭർതൃഗ്രഹത്തിൽ വെച്ച് കൊല്ലപ്പെട്ട 28-കാരിയായ നിക്കി ഭാട്ടിയുടെ ഭർത്താവ് ബിപിൻ ഭാട്ടിയാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാലിൽ വെടിയേറ്റ് വീണ്ടും പിടിയിലായത്. മണിക്കൂറുകൾക്ക് മുമ്പ് യുവതിയുടെ പിതാവ് പ്രതിയെ ഏറ്റുമുട്ടൽ നടത്തി വധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് നിക്കി മരണപ്പെട്ടത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബിപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിക്കിയുടെ സഹോദരി കാഞ്ചന്റെ വിവാഹം ബിപിന്റെ സഹോദരൻ രോഹിത്തുമായിട്ട് നടന്നിരുന്നു. സഹോദരി കാഞ്ചൻ പോലീസിന് നൽകിയ മൊഴിയിൽ ബിപിനും അമ്മയും ചേർന്നാണ് നിക്കിയെ തീ കൊളുത്തിയതെന്ന് ആരോപണമുണ്ട്. അമ്മയും മകനും ചേർന്ന് നിക്കിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തീ പിടിച്ച നിലയിൽ നിക്കി കോണിപ്പടിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ബിപിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അമ്മ, അച്ഛൻ, സഹോദരൻ എന്നിവർ ഒളിവിലാണ്. അവർ കൊലയാളികളാണ്. അവരെ വെടിവെച്ച് കൊല്ലണം. അവരുടെ വീട് ഇടിച്ചു നിരത്തണം. അവർ അവളെ പീഡിപ്പിച്ചു. കുടുംബം മുഴുവൻ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നു. അവരെന്റെ മകളെ കൊന്നതാണ്, നിക്കിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ വിപിനു നേരെ വെടിവെപ്പ് ഉണ്ടായത്. ഇന്ന് ഉച്ചയോടെ പ്രതി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് ഇയാളെ പിന്തുടരുകയും ചെയ്തു. ഗ്രേറ്റർ നോയിഡയിലെ സിർസ റൗണ്ട് എംബൌട്ടിന് സമീപം വിപിൻ ഒരു പോലീസുകാരന്റെ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഇതോടെ കാലിൽ വെടിവെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു.